എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ ആദ്യ ദിനം ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ്. ജയ്സ്വാളിന്റെ സെഞ്ചുറി മികവിൽ ഇന്ത്യ കൂറ്റൻ ടാർഗറ്റിലേക്ക് കുതിക്കുകയാണ്. വിശാഖപട്ടണത്ത് വെച്ച് ഇന്ന് നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് ആയിരുന്നു തിരഞ്ഞെടുത്തത്. കഴിഞ്ഞ മത്സരത്തിൽ നിന്നും 3 മാറ്റങ്ങളുമായി ആണ് ഇന്ത്യ ഇന്ന് കളത്തിൽ ഇറങ്ങിയത്. ജഡേജ, രാഹുൽ, സിറാജ് എന്നിവർ പുറത്തിരുന്നപ്പോൾ കുൽദീപ് യാദവ്, രജിത് പട്ടിദാർ, മുകേഷ് കുമാർ എന്നിവർ പ്ലേയിംഗ് 11-ൽ ഇടം നേടി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യക്ക് മികച്ച തുടക്കമാണ് ലഭിച്ചത്. ഓപ്പണിംഗിൽ രോഹിത്, ജയ്സ്വാൾ കൂട്ടുകെട്ട് ഇന്ത്യക്ക് മികച്ച പാർട്ണർഷിപ്പ് നൽകിയെങ്കിലും 40 റൺസിൽ നിൽക്കെ 17-ാം ഓവറിൽ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിത്തിനെ നഷ്ടമായി. ഷോയിബ് ബഷീറിന്റെ പന്തിൽ 14 റൺസ് നേടിയാണ് താരം പുറത്തായത്. എന്നാൽ 3-ാം നമ്പരിൽ എത്തിയ ഗില്ലും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യയെ മുന്നോട്ട് നയിച്ചു. ജയ്സ്വാൾ ഇംഗ്ലണ്ട് ബൗളർമാരെ പഞ്ഞിക്കിടുന്ന കാഴ്ചയാണ് വിശാഖപട്ടണത്ത് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. 4കളും 6റുകളും കൊണ്ട് താരം കളം നിറഞ്ഞു കളിച്ചു. ഇരുവരും ഇന്ത്യൻ ഇന്നിംഗ്സിൽ 49 റൺസ് കൂട്ടിച്ചേർത്തെങ്കിലും 28-ാം ഓവറിൽ ഇന്ത്യക്ക് ഗില്ലിനെയും നഷ്ടമായി. 46 പന്തിൽ 5 4 ഉൾപ്പെടെ 34 റൺസ് നേടിയാണ് താരം മടങ്ങിയത്. ആൻഡേഴ്സൺ ആണ് വിക്കറ്റ് ലഭിച്ചത്. മറുവശത്ത് ജയ്സ്വാൾ 72 പന്തിൽ തന്റെ 50 പൂർത്തിയാക്കി. 4-ാം നമ്പറിൽ എത്തിയ ശ്രേയസ് അയ്യർ മികച്ച ഇന്നിംഗ്സ് കാഴ്ചവെക്കാൻ ശ്രമിച്ചെങ്കിലും 27 റൺസിൽ നിൽക്കെ ഹർട്ട്ലിയുടെ പന്തിൽ താരം വിക്കറ്റ് കീപ്പർ ഫോക്സിന് ക്യാച്ച് നൽകി മടങ്ങി. 131 പന്തിൽ 90 റൺസിന്റെ മികച്ച ഒരു പാർട്ണർഷിപ്പ് ആണ് ശ്രേയസും ജയ്സ്വാളും കൂട്ടിച്ചേർത്തത്. അപ്പോൾ ഇന്ത്യയുടെ സ്കോർ 179-3. തുടർന്ന് 151 പന്തിൽ തന്റെ 2ാം സെഞ്ചുറി പൂർത്തിയാക്കി ജയ്സ്വാൾ ഇംഗ്ലണ്ടിനെ ഞെട്ടിച്ചു. എന്നാൽ രാഹുലിന് പകരക്കാരനായി എത്തിയ രജിത് പട്ടിദാർ ജയ്സ്വാളിന് മികച്ച പിന്തുണ നൽകിയതോടെ ഇന്ത്യൻ സ്കോർ കുതിച്ചുയർന്നു. ഇരുവരും ചേർന്ന് അടിച്ചു കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ റേഹൻ അഹമ്മദ് രജിത് പട്ടിദാരെ പുറത്താക്കി ഇന്ത്യയുടെ പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്തു. 72 പന്തിൽ 32 റൺസ് നേടിയാണ് താരം പുറത്തായത്. മറുവശത്ത് ജയ്സ്വാൾ അക്സർ പട്ടേലിനെ കൂട്ടുപിടിച്ച് തന്റെ വ്യക്തിഗത സ്കോർ 150 കടത്തി. ഇന്ത്യൻ ഇന്നിംഗ്സിൽ ജയ്സ്വാളിന്റെ വെടിക്കെട്ട് പ്രകടനമാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത്. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 340 റൺസ് നേടിയിട്ടുണ്ട്. 257 പന്തിൽ 17 4ഉം 4 6ഉം ഉൾപ്പെടെ 179 റൺസ് നേടിയ ജയ്സ്വാൾ ആണ് ഇന്നത്തെ കളിയിലെ താരം. ഇങ്ങനെ പോയാൽ ഇന്ത്യ റെക്കോർഡ് ടാർഗറ്റ് നേടുമെന്ന് ഉറപ്പാണ്. ആദ്യ ദിനം അവസാനിക്കുമ്പോൾ വിശാഖപട്ടണത്ത് ഇന്ത്യയുടെ ആധിപത്യം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.